ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാലിഗയിൽ നടന്ന ലാൽ പാമസ് വേഴ്സസ് റിയൽ മാഡ്രിഡ് മത്സരം 4-1 എന്ന ഗോൾ സ്കോറിൽ റിയൽ മാഡ്രിഡ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. റിയൽ മാഡ്രിഡിന് വേണ്ടി കിലിയൻ എംബാപ്പെ, റോഡ്രിഗോ ഗോസ്, ബ്രഹീം ദിയാസ് എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അഗെയിൻ കിങ്സ് ഓഫ് യൂറോപ്പ് ലാലിഗ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഒരുപാട് നാളുകളായിട്ട് ചാമ്പ്യൻസ് ലീഗിലെ ഫോമില്ലായ്മ കാരണവും അതുപോലെ ബാഴ്സലോണ എന്ന ടീമിൻ്റെ ചെണ്ടായതിൻ്റെ ഒരു കാരണവും ഒരുപാട് ട്രോളുകളുടെ മാലപ്പടക്കം തന്നെയായിരുന്നു. ഇതൊക്കെ നമ്മൾ വളരെ സന്തോഷപൂർവ്വം അക്സെപ്റ്റ് ചെയ്തു, വെൽക്കം ചെയ്തു. ബിക്കോസ് ഇതൊക്കെ നമുക്ക് തിരിച്ചു തരാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് തന്നെ ആയിരുന്നു. കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയൽ മാഡ്രിഡിൻ്റെ നിലവിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന്. കഴിഞ്ഞ മാച്ചിൽ അതൊക്കെ സ്ക്വാഡിൽ വന്ന ചേഞ്ചസ് വളരെ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു മാച്ചിലായാലും ഈ ഒരു മാച്ച് ഞാൻ നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നത് ഒരു പ്ലെയറിനെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു മാച്ചിൽ ഞാൻ പറയുന്നില്ല. നമ്മൾ ഒന്നാം സ്ഥാനത്ത് വന്ന ഒരു മാച്ച് ആയതുകൊണ്ട് ഓൾ ഓവർ എല്ലാവരും കിടു പെർഫോമൻസ് തന്നെ ആയിരുന്നു. എടുത്തു പറയേണ്ടത് എംബാപ്പയുടെ നമ്മുടെ ആ ഒരു എംബാപ്പയുടെ ഒരു കളി ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി കണ്ടു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. PSG കളിച്ച ആ ഒരു പഴയ എംബാപ്പെ റിയൽ മാഡ്രിഡിൽ ആദ്യമായിട്ടാണ് വന്നതിന് ശേഷം ഇത്രയും ആ ഒരു പഴയ എംബാപ്പെ എന്താണോ ആ ഒരു ഫോം ഈ ഒരു മാച്ചിലാണ് ഓൾ ഓവർ കാണാൻ വേണ്ടി സാധിച്ചത്. എല്ലാ പ്ലേയേഴ്സും, പ്രത്യേകിച്ച് ആരും ഹൈപ്പ് കൊടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു മാച്ചിൽ. ഓപ്പോണറ്റ് അത്ര വലിയ രീതിയിലുള്ള വലിയ ടീമൊന്നും അല്ല, എന്നാലും അത്യാവശ്യം 13-14 സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീം തന്നെയാണ്. പക്ഷേ ഈ ഒരു മാച്ച് വിൻ ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ അത്ര വലിയ രീതിയിലുള്ള ഒരു സംഭവമായിട്ടല്ല പറയുന്നത്. പക്ഷെ മൊത്തത്തിൽ ഉള്ള ആ ഒരു ഗെയിം പ്ലേ വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത്. ഇനി വരും മത്സരങ്ങളിൽ ഈ ഒരു പാറ്റേൺ തന്നെ യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഷുവറായിട്ട് വിൻ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയല്ല പറയുന്നത്. പക്ഷേ എന്തായാലും നാണം കെട്ട ആ ഒരു തോൽവിയിലേക്ക് ഒരിക്കലും പോകത്തില്ല എന്ന് എനിക്ക് ഷുവറായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. അസെൻസിയോട് ആ ഒരു സെൻറ്റർ ബാക്കിലേക്ക് വന്നതിന് ശേഷം റൊഡിഗർ തന്നെ ഒരു കോൺഫിഡൻസ് കാണാൻ വേണ്ടി സാധിച്ചു. കാരണം കഴിഞ്ഞ ബാഴ്സലോണയുടെ ആ ഒരു മാച്ചിന് ശേഷം ആ മാച്ചിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞതുമാണ്. ഓൾറെഡി സെൻറ്റർ ബാക്ക് അവിടെ നിൽക്കുന്ന സമയത്താണ് യമാൽ വന്നിട്ട് വളരെ ഈസി ആയിട്ട് ഗോൾ സ്കോർ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. യാതൊരു വിധത്തിലും ഡിഫെൻഡ് ചെയ്യാൻ റൊഡിഗർ മാത്രം വിചാരിച്ചുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും റൊഡിഗറിനെ നെഗറ്റീവായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ഡിഫെൻസീവിൽ ഫ്രാങ്ക് ആഷ്യ വന്നതിന് ശേഷമുള്ള ഒരു റിസൾട്ടും വളരെ രീതിയിൽ പ്രതീക്ഷ തരുന്ന തരത്തിലാണ് ഈ ഒരു കഴിഞ്ഞ മാച്ചും ഈ ഒരു മാച്ച് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രവണത തന്നെ ഇനി ചാമ്പ്യൻസ് ലീഗിലും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.